എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 86 ഇന്ന് ആരംഭിക്കണം. ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് തന്റെ മുത്തശ്ശിയായ സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ചത് എങ്ങനെ എന്ന് കേൾക്കണം മഹർഷി എന്ന് പറഞ്ഞപ്പോ ശ്രീ ശുഖബ്രഹ്മർഷി ആ കഥ പറയാണ്. ഒരിക്കല് സന്യാസിയായിട്ട് അർജുനൻ തീർത്ഥയാത്ര ചെയ്ത് പ്രഭാസത്തിലെത്തി. സുഭദ്രയെ ദുര്യോധന വിവാഹം ചെയ്തു കൊടുക്കാൻ ബലരാമൻ ആലോചിക്കണതായിട്ട് യാത്രക്കാരിൽ നിന്ന് അർജുനൻ കേൾക്കാനിടയായി. അപ്പൊ അർജുനാണെങ്കിൽ ആ സുഭദ്രയിലെ അനുരക്തനാണ്. അപ്പൊ ആ കപട യോഗിയുടെ വേഷം കെട്ടിയിട്ട് ഒരു കപട സന്യാസിയായിട്ടാണ്, പരമസിദ്ധനായ സന്യാസി വേഷത്തില് തന്റെ യഥാർത്ഥ രൂപം മറിച്ച് ദ്വാരകയിലെത്തി. ജടാമകുടം, രുദ്രാക്ഷമാല, ഭസ്മക്കുറി, യോഗദണ്ഡ് ഒക്കെയുള്ള ആ അർജുനെ ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി. ബാക്കി ആർക്കും, ബലരാമസ്വാമിക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനോടും യാദവ പ്രതിനിധികളോടും കൂടിയിട്ട് ബലരാമൻ ആ സിദ്ധ സന്യാസിയെ സ്വന്തം തേരിൽ കയറ്റി ഭക്തി പുരസ്സരം ദ്വാരകയിലേക്ക് എഴുന്നള്ളിച്ചു. എന്താ സന്യാസിയുടെ ഒരു സിദ്ധി! നമുക്ക് കൃഷ്ണ അദ്ദേഹത്തിന് അവിടെ പോയിട്ട് സൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ, വേണോ? കള്ള സന്യാസിമാരൊക്കെ ഉള്ള കാലാണ് ഏട്ടാ, വേണോ എന്നൊക്കെ ഭഗവാൻ ചോദിച്ചു. അതൊന്നുമല്ല, അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്താ തേജസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി അർജുനനെ. ഭഗവാനാണെങ്കിൽ ഒരു മനസ്സിലായി, കള്ളച്ചിരിയോട് കൂടിയിട്ട് പറയാനുള്ളത് പറഞ്ഞല്ലോ ആദ്യം തന്നെ, പിന്നെ മിണ്ടാതെ സമ്മതിച്ചു. അങ്ങനെ ദ്വാരകയില് ആ ചാതുർമാസ്യ പൂജ നിർവഹിക്കാൻ തീരുമാനിക്കുകയാണ് ബലരാമസ്വാമി. അപ്പൊ മംഗല്യസിദ്ധിക്കായിട്ട് സുഭദ്ര തന്നെ ആ സന്യാസിക്ക് ദീക്ഷ സമർപ്പിക്കുക. അങ്ങനെ കന്യകുമാരാണ് ചെയ്യേണ്ടത്. സന്യാസിയുടെ അനുഗ്രഹം കിട്ടണ്ടേ, അതിന് വേണ്ടിട്ട് സുഭദ്രയെ തന്നെ നിയോഗിച്ചു ബലരാമസ്വാമി. അങ്ങനെതാ സുഭദ്ര അർജുനന്മാര് പരസ്പരം മനസ്സിലാക്കി പ്രണയബദ്ധരാവുകയും ചെയ്തു. അങ്ങനെതാ കുറച്ചു ദിവസമൊക്കെ കഴിഞ്ഞപ്പോ കാമപീഡിതനായിട്ടുള്ള അർജുൻ സുഭദ്രാഹരണത്തിന് എങ്ങനെയാ ഒരു ദിവസം സമയം നോക്കി ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസം ബലരാമസ്വാമിയും മറ്റുള്ള യാദവന്മാരെല്ലാം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിട്ട് പോയ സമയം നോക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെയും ദേവകി വസുദേവന്മാരുടെയും സാന്നിധ്യത്തില് അർജുനൻ സുഭദ്രയെ ഗോപ്യമായി വിവാഹം കഴിച്ചു. അങ്ങനെ സുഭദ്ര തേര് തെളിക്കാനൊക്കെ ബലരാമസ്വാമി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തേരിലേറ്റിട്ട് ദ്വാരകയിൽ നിന്ന് പോയി രണ്ടുപേരും കൂടി. ഇത് കണ്ടപ്പോ കാവൽക്കാര് വേഗം അർജുനോട് യുദ്ധത്തിനായിട്ട് വന്നു, സുഭദ്രയെ കൊണ്ടുപോകണം കണ്ടപ്പോ. പക്ഷേ യുദ്ധത്തില് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വ്യാജവേഷത്തിൽ അർജുനാണ് സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയത് എന്നറിഞ്ഞ ബലരാമനാണ് ദേഷ്യം വന്നു, ക്ഷോഭിച്ചു, ഇപ്പൊ കൊല്ലും അവനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് കഴിഞ്ഞപ്പോ ബലരാമസ്വാമിയുടെ ദേഷ്യമൊക്കെ മാറി. അങ്ങനെ അർജുനന്മാരെ ഗംഭീരമായി മാനിച്ച് സൽക്കരിക്കുകയും ചെയ്തു. പിന്നെ അതാ വേറൊരു കഥ പറയണം, ഭഗവാന്റെ മറ്റൊരു കഥ ഈ അധ്യായത്തില്. ശ്രുതദേവൻ എന്നുപേരായ ഒരു ബ്രാഹ്മണനും ബഹുളാശ്വൻ എന്നുപേരായ അന്നത്തെ മിഥില രാജാവും ഭഗവത് ദർശനത്തിനായി നിരന്തരമായിട്ട് ഭജനം ചെയ്യുന്നവരും മഹാഭക്തന്മാരും ആയിരുന്നു. രണ്ടുപേരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശുഖനാരദാദി മഹർഷിമാരോടും കൂടി ഭഗവാൻ പുറപ്പെട്ടു. ഒരേ സമയം രാജാവിന്റെ കൊട്ടാരത്തിലും ബ്രാഹ്മണന്റെ ഭവനത്തിലും രണ്ട് രൂപത്തില് പ്രവേശിച്ചു. രണ്ടുപേരുടെയും സൽക്കാരങ്ങളെ ഒരേ സമയം സ്വീകരിച്ചു ഭഗവാൻ. ശ്രീശുഖനാരദാദികളും രണ്ടു ദിക്കിലും ഒരേ സമയം ഉണ്ടായിരുന്നു. അത് അത്ഭുതം തന്നെ അല്ലെ. അങ്ങനെ മധു പായസാദി വിഭവങ്ങളാൽ സമൃദ്ധമായിരുന്നു രാജാവിന്റെ സൽക്കാരം. സാധു ബ്രാഹ്മണനെയോ ചീരക്കറി, ഇഞ്ചിത്തൈര് തുടങ്ങിയിട്ടുള്ള ചെറിയ എളിയ സാധനങ്ങൾ മാത്രമേ ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടിലും ഒരേ സന്തോഷമാണ് ഭഗവാൻ ഉണ്ടായത്. അവനവന്റെ ഭക്തിക്ക് അനുസരിച്ച് ആരെന്തു തന്നെ സമർപ്പിച്ചാലും ഭക്തവത്സലനായ ഭഗവാൻ അതുകൊണ്ട് സന്തോഷിച്ച് അനുഗ്രഹിക്കും. ഭക്തിയില്ലെങ്കിലോ കനകാഭിഷേകം ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് സ്പഷ്ടമാക്കി. രണ്ടുപേർക്കും സന്മാർഗത്തെ ഉപദേശിച്ചു ഭഗവാൻ മഹർഷിമാരോടും കൂടി ദ്വാരകയിലേക്ക് മടങ്ങി. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ഷഡാശീതിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമകം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി പരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാജോവാച ബ്രഹ്മൻ വേദിതുമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോ യാമമാസീൽ പിതാമഹി. അർജുനൻ സുഭദ്രയെ കല്യാണം കഴിച്ചത് എങ്ങനെ എന്ന പരീക്ഷിതരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു ശ്രീ ശുകബ്രഹ്മർഷി. രാജാവ് ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മജ്ഞാനിയുള്ളവനെ, എന്റെ പിതാവിന്റെ അമ്മയും ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സഹോദരിയുമായ സുഭദ്രയെ അർജുനൻ എങ്ങനെ വിവാഹം കഴിച്ചത് അറിയാൻ. ശ്രീശുക ഉവാച അർജുനസ്തീർത്ഥയാത്രായാം പര്യടന്നവനീം പ്രഭു ഗതപ്രഭാസമശൃണോൽ മാതുലേയം സാൽമന. ശ്രീശുഖബ്രഹ്മർഷി പറയുന്നു, ഉദ്ദേശിച്ച കാര്യത്തിൽ ജയം നേടാൻ പ്രാപ്തനായ അർജുനൻ തീർത്ഥയാത്രയ്ക്കായിട്ട് പുറപ്പെട്ടു. ഭൂമിയില് 4 ഭാഗവും സഞ്ചരിക്കുന്ന കൂട്ടത്തില് പ്രഭാസം എന്ന തീർത്ഥസ്ഥാനത്തിൽ ചെന്നു. അപ്പോ തന്റെ അമ്മാവനായ വസുദേവന്റെ പുത്രിയായ സുഭദ്രയുടെ കല്യാണ വർത്തമാനം കേൾക്കാനിടയായി. ദുര്യോധനായ രാമസ്താം ദാസ്യതീതി ന ചാപരേ തല്ലിപ്സു സയതിർഭൂത്വാ ത്രിദണ്ഡീ ദ്വാരകാമഗാത്. ബലരാമൻ സുഭദ്രയെ ദുര്യോധനു കൊടുക്കണമെന്നും മറ്റുള്ളവര് അത് പാടില്ലെന്നും വാദിക്കുന്നു എന്നുള്ള വിവരം അർജുനൻ കേട്ടു. സുഭദ്രയെ അതിസുന്ദരിയാണ് സുഭദ്രയെ തനിക്ക് ഭാര്യയായിട്ട് ലഭിക്കണം എന്ന ഒരു മോഹം അർജുന്. ഉടനേതാ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് ദ്വാരകയിലേക്കാണ് പുറപ്പെട്ടു. തത്ര വൈ വാർഷികാൻ മാസാൻ അവാസീൽ സ്വാർത്ഥ സാധക പൗരേ സഭാജിതോ ഭീക്ഷ്ണം രാമേണ അജാനദാജസ. സുഭദ്രയെ സ്വാധീനയാക്കാൻ ശ്രമിക്കുന്ന ആ സന്യാസി വേഷധാരിയായ അർജുനൻ വർഷകാലം മുഴുവനും ദ്വാരകയിൽ തന്നെ താമസിച്ചു. യോഗ്യനായ ഒരു സന്യാസി എന്ന് മാത്രമല്ലാതെ അർജുനനാണ് എന്നറിയാതിരുന്ന ബലരാമനും ദ്വാരകയിലെ ജനങ്ങളും അർജുനനെ ആദരപൂർവം ഭക്തിപൂർവം പൂജിച്ചു. ഏകദാഗൃഹമാനീയ ആതിഥ്യേന നിമന്ത്രിതം ശ്രദ്ധയോപകൃതം ഭക്ഷ്യം ബലേന മുപുജേകില. അങ്ങനെ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് ചാതുർമാസ്യ അവസാനത്തിലെ ഒരു ദിവസം ബലരാമൻ ഈ സന്യാസിയെ തന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതിഥി സൽക്കാരക്രമം അനുസരിച്ച് അന്ന് അവിടെ ശ്രദ്ധാപൂർവം ഭിക്ഷ നൽകി. അങ്ങനെ കവള സന്യാസി അത് ഭുജിക്കുകയും ചെയ്തു. സോപശ്യൽ തത്ര മഹതീം കന്യാം വീരമനോഹരാം പ്രീത്യുൽപുല്ലേക്ഷണസ്തസ്യാവക്ഷുബ്ധം മനോദധേ. ബലരാമന്റെ ഗൃഹത്തിൽ വസിക്കുന്ന അവസരത്തില് ധീരന്മാരുടെയും മനസ്സിനെ ഇളക്കി തീർക്കുന്ന അതിസുന്ദരിയായ കന്യകയെ അർജുനൻ കണ്ടു. അപ്പൊ തന്നെ അവളില് മനസ്സ് പ്രവേശിച്ചു. സാപിതം ജഗമേ വീക്ഷ്യ നാരീണാം ഹൃദയംഗമം ഹസന്തി വ്രീഡിതാപാംഗി തന്യസ്തഹൃദയേക്ഷണ. സ്ത്രീകളുടെ മനസ്സിനെ അപഹരിക്കാൻ തക്ക സുന്ദരനായ അർജുനെ കണ്ടു. അർജുനൻ അതിസുന്ദരനാണ്. അർജുനെ കണ്ടപ്പോ സുഭദ്രയ്ക്കും ആഹാ എന്ത് സുന്ദരൻ മോഹം തോന്നി. അർജുനെ നോക്കി ചിരിക്കുക, ലജ്ജ നടിക്കുക,
ഗൂഢമായിട്ട് കടാക്ഷിക്കുക, ഇങ്ങനെയൊക്കെ സുഭദ്രയും ചെയ്യാൻ തുടങ്ങി. ആ സുഭദ്രയുടെ മനസ്സും കണ്ണും അർജുനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് അനുരാഗത്തെ സ്പഷ്ടമായിട്ട് അങ്ങോട്ട് പ്രകാശിപ്പിച്ചു. അർജുനാന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, സൗന്ദര്യവും ആ ഗാംഭീര്യമൊക്കെ കണ്ടിട്ട്. താപരം സമനുധ്യായൻ അന്തരം പ്രേപ്സുരർജുന നലേവേശം ഭ്രമച്ചിത്ത കാമേനാതിബലീയസ. എപ്പോഴും അവളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അർജുനൻ അവളെ സ്വാധീനയാക്കാൻ തക്ക അവസരം എപ്പോ കിട്ടുമോ? ബലരാമൻ ഇവിടെ ഉള്ളപ്പോ നടക്കില്ല, തക്കം നോക്കി ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ അതിശക്തനായ മന്മഥൻ നിമിത്തം അസ്വസ്ഥ ചിത്തനായിട്ട് ബലരാമൻ എത്ര നന്നായിട്ട് സൽക്കരിച്ചിട്ടും അതിലൊന്നും സുഖം തോന്നിയില്ല. എപ്പോഴും സുഭദ്രയെ പറ്റി തന്നെ വിചാരം. ധ്യാനിച്ചിരിക്കുമ്പോ ബലരാമൻ പറയും, എന്താ അദ്ദേഹത്തിന് ഒരു ധ്യാനം, മുഖത്തെ തേജസ് കണ്ടില്ലേ എന്നൊക്കെ പറയും. എവിടെ ധ്യാനിക്കണം? മുഴുവൻ സുഭദ്രയാണ് ധ്യാനിച്ചിരിക്കുന്നത്. കപട സന്യാസി. മഹത്യാം ദേവയാത്രായാം രഥസ്ഥാം ദുർഗനിർഗതാം ജഹാരാനുമത പിത്രോ കൃഷ്ണസ്യ ച മഹാരഥ. ഒരു മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് അത് കാണാനായിട്ട് കോട്ടയിൽ നിന്ന് പുറത്തു വന്ന് തേരിലിരിക്കുന്ന സുഭദ്രയെ ശ്രീകൃഷ്ണന്റെയും ദേവകി വസുദേവന്മാരുടെയും സമ്മതപ്രകാരം മഹാരഥനായ അർജുനൻ അപഹരിച്ചു കൊണ്ടുപോയി. ശ്രീകൃഷ്ണനും ദേവകി വസുദേവന്മാരും ഒക്കെ കണ്ടു. അതായത് ബലരാമസ്വാമി ഉത്സവം കാണാൻ പോയിരിക്കായിരുന്നു. ദേഷ്യപ്പെടുന്നുള്ളത് നല്ലോണം അറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചോളാം, ഞാൻ സമാധാനിപ്പിച്ചോളാം, നിങ്ങള് വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെയാണ് അർജുനന് സമ്മതം കൊടുത്തത് എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.